പക്ഷെ ഓഡിയോ എന്തോ ഒരു പ്രശ്നമായിട്ട് ആദ്യം പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയില് SFIയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ധീരജിന്റെ പേരിലുള്ള ഒരു പഠന സർക്കിള്. അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഗവേഷണ പ്രഭാഷണ പരമ്പര എന്ന നിലയിൽ ഒരു പങ്ക്തി തുടങ്ങിയിരിക്കുകയാണ്. മലയാള സർവകലാശാലയിലെയും പുറത്തുമുള്ള ഗവേഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ നൽകുക എന്നുള്ളതാണ് ഈ ഗവേഷണ പ്രഭാഷണ പരമ്പരയുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു പ്രഭാഷണ സെഷൻ തുടങ്ങുകയാണ്. നമുക്കിത് ആരംഭത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മളുടെ ആവശ്യപ്രകാരം പ്രിയപ്പെട്ട ഡോക്ടർ അശോക് ഡിക്രൂസ് മാഷാണ് ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നത്. മാഷ് ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഒരു പക്ഷേ മുൻപ് അറിയുന്നതായും, മാഷ് മലയാള സർവകലാശാലയിൽ സാഹിത്യരചന സ്കൂളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അനേകം ഗവേഷണ പുസ്തകങ്ങൾ മാഷിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാഷ് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിലും രണ്ടാമത് മാഷ് മലയാള സർവകലാശാലയിൽ നിന്ന് സാഹിത്യത്തിലും PhD നേടിയിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഗവേഷണ പുസ്തകങ്ങൾ എഴുതിയിട്ട് ഉണ്ട് എന്നുള്ള നിലയിലൊക്കെ മാഷ് അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളെന്ന നിലയിലൊക്കെ നമുക്ക് സുപരിചിതനാണ്. ഏതായാലും നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം ക്ലാസ് എടുക്കാൻ മാഷ് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യോഗത്തിലേക്ക് മാഷിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാഷ് നമുക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കുന്ന വിഷയം ഈ ഗവേഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതും ആകാംക്ഷയുള്ളതുമായിട്ടുള്ളൊരു വിഷയമാണ്. ജന്മിക്ക് അറിയാത്ത ഗവേഷണവും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഗവേഷണവും എന്ന വിഷയത്തിലാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി നിൽപ്പുണ്ട്. മാഷ് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കും. സാങ്കേതികതയുടെ അതിപ്രസരത്തിലോ AI വലിയ സാധ്യതയുള്ള ലോകത്തിലൊക്കെ ജീവിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ ഈ വിഷയം തീർച്ചയായിട്ടും പുതിയ ഗവേഷകർക്ക് ഒരു നല്ല തെളിച്ചം നൽകുന്ന ഒന്നാകുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഏറെ ആദരണീയനായ ഡോക്ടർ അശോക് ഡിക്രൂസ് മാഷിനെ ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിൻ്റെ പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ഈ കൂട്ടായ്മയുടെ ജോയിന്റ് കൺവീനറുമായിട്ടുള്ള വിജനയും തമീമും ഉണ്ട്. അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പുതിയതായിട്ട് മലയാള സർവകലാശാലയിൽ 15 ആളുകളാണ് ഗവേഷണത്തിന് വേണ്ടി ഈ അക്കാദമിക് ഇയറിൽ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഇനി അഡ്മിഷൻ എടുക്കാനുള്ളവരുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ ചിലർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിലവിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദിയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അശോക് മാഷിനെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഇന്നത്തെ ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. ധീരജ് പഠന സ്കൂൾ, ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂൾ എന്നൊരു ആശയം മലയാള സർവകലാശാലയിലെ SFI യൂണിറ്റ് കമ്മിറ്റിയുടേതാണ്. ഈ ഒരു പഠന സ്കൂൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു ആശയം തന്നെ നൂതനമായ ഒരു ആവിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു നൂതന ആവിഷ്കാരത്തിന് ആദ്യമേ തന്നെ മലയാള സർവകലാശാലയിലെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെയും അതോടൊപ്പം ഈ ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ കൺവീനറായിട്ടുള്ള ജിനുവിനെയും ജോയിന്റ് കൺവീനറായിട്ടുള്ള എന്നിവരെയും അഭിവാദ്യം ചെയ്യുകയാണ്.
ഒപ്പം ഇന്നിവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി ചിലപ്പോ ഇത് യൂട്യൂബിലോ മറ്റോ വന്നു കഴിഞ്ഞാൽ വീണ്ടും കേൾക്കാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും സ്നേഹ സമ്പന്നമായ ഒരു സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം, നിങ്ങൾ ഈ ഇതിന്റെ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, കുറച്ചു പേർക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചു പേർക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ആശയക്കുഴപ്പം തോന്നിയിട്ടുണ്ടാവും. രണ്ടും നല്ലത് തന്നെ. അറിവ് അങ്ങനെയാണല്ലോ, അറിവ് അത്തരത്തിൽ പുതിയതായിട്ട് പുതിയ ചില ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കും. അത്തരത്തിൽ പുതിയ ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ അറിവിന്റെ അകലം അല്ലെങ്കിൽ അറിവുമായിട്ടുള്ള അടുപ്പവും അറിവിന്റെ ആഴവും വർദ്ധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ശീർഷകം വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ ജെന്നിക്ക് അറിയാത്ത ഗവേഷണവും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഗവേഷണവും എന്നൊരു ശീർഷകം കൊടുത്തത്. ഈ ജെന്നി ആരാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഗവേഷകർക്കിടയിൽ? ഗവേഷകർ ഗവേഷണത്തിന് ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ ആദ്യം കേൾക്കാൻ സാധ്യതയുള്ളതും ആദ്യം പരിചയപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരാളാണ് ജെന്നി. ജെന്നി അറിയാമോ ആർക്കെങ്കിലും? മൈക്കിൽ പറയണമെന്നില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും മതി. ജെന്നിയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ശരി, നല്ല കാര്യം. രണ്ടുപേര് കൂട്ടത്തിൽ ആളിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വളരെ നല്ല കാര്യം. വാസ്തവത്തിൽ ഈ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഗവേഷകർ ആദ്യം പരിചയപ്പെടാൻ സാധ്യതയുള്ള ഒരു ടൂളാണ് Jenny.ai. ഒരു നിർമ്മിത ബുദ്ധി ഉപകരണമാണ്, ഒരു നിർമ്മിത ബുദ്ധി ടൂളാണ് വാസ്തവത്തിൽ ജെന്നി എന്ന് പറയുന്നത്. ജെന്നിയിലേക്ക് നമുക്ക് വരാം, ജെന്നിയെ കുറിച്ച് പറയാം, ജെന്നി എന്തിനാണ് ഗവേഷകരെ സഹായിക്കുന്നത് എന്ന കാര്യവും പറയാം. അതിനു മുമ്പ് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുതിയ ഗവേഷകരായതുകൊണ്ട് ഗവേഷണത്തിലേക്കുള്ള ഒരു പാലം എന്ന നിലയിൽ ഈ ഒരു സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പലതരം സങ്കല്പങ്ങളും പലതരം ആശയങ്ങളും പലതരം ഉപദേശങ്ങളും ഒക്കെ നേടിക്കൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതെന്ന് അറിയാം. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഗവേഷണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എന്നാൽ ആ ഗവേഷണം എങ്ങനെയാണ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനെ കുറിച്ചുള്ള ഒരു പാലം മാത്രമാണ്, അങ്ങനെ ഒരു പാലം മാത്രമാകാനാണ് ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ആ അർത്ഥത്തിൽ അവര് ചെയ്യുന്ന നിസ്തുലമായ ഈ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, അറിവ് എന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് രണ്ടാണ് എന്ന് ബോധ്യപ്പെടും. നിങ്ങള് ഓരോരുത്തരും PhD കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്, പ്രവേശനം നേടിയിരിക്കുന്നത് അറിവ് നിർമ്മിക്കാനാണോ ജ്ഞാനം നിർമ്മിക്കാനാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ആദ്യം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചോദ്യം. വാസ്തവത്തിൽ അങ്ങനെ തന്നെ വേണം. ഈ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഗവേഷണത്തിന് അർത്ഥമുണ്ടാകുന്നത്, ഗവേഷണം പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നത്. ആ അർത്ഥത്തിൽ അറിവും വിജ്ഞാനവും, അറിവിനെ നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയുന്നത് നോളജ് എന്നൊരു വാക്കുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. വിജ്ഞാനത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് വിസ്ഡം, ജ്ഞാനം എന്ന് പറയുന്നതിന് വിസ്ഡം എന്നും പറയാറുണ്ട്. അപ്പൊ ഇത് രണ്ടിൽ ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, സഞ്ചരിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ എളുപ്പമാണ്. നമ്മുടെ ഒരു പിന്നെ ഗൂഗിളിന്റെ ഒരു നാവിഗേഷൻ ടൂളിന്റെ സഹായത്തോടുകൂടി നിങ്ങൾ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതുപോലെ അനായാസം യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ജ്ഞാനത്തിന്റെ മേഖലയിലൂടെയാണ്, വിജ്ഞാന സമ്പാദനമാണ്, വിജ്ഞാന അർജനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് കുറച്ച് പ്രയാസമായിരിക്കും, താരതമ്യേന പ്രയാസമായിരിക്കും. അറിവ് അന്വേഷിക്കുന്നത് പോലെയല്ല ജ്ഞാനത്തെ അന്വേഷിക്കുന്നത്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യമേ പറയാം. ഈ വാസ്തവത്തിൽ അറിവ് എന്ന് പറയുന്നത് നമ്മളൊരു ഭൂപടം നോക്കുന്നത് പോലെയാണ്. ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയൊക്കെ അതിരിട്ട് വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതുപോലെ കേരളത്തിന്റെ ഭൂപടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജില്ലകളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പൊ അത്തരത്തിൽ ഈ അതിരുകളെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അറിവ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. എന്നാൽ അതേസമയം ഈ അറിവ് വാസ്തവത്തില്, ഈ അറിവെന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആ ജോഗ്രഫിക്കൽ കണ്ടീഷനാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭൂപ്രദേശമാണ് വാസ്തവത്തിൽ വിജ്ഞാനം. ഇതാണ് ഇത് തമ്മിലുള്ള എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങള് കേവലം ഒരു PhDക്ക് വേണ്ടിയുള്ള PhD ആണോ, PhD ഫോർ ദ സേക്ക് ഓഫ് PhD ആണോ, അതോ ശരിക്കുള്ള വിജ്ഞാനത്തെ അന്വേഷിക്കലാണോ, ജ്ഞാനാന്വേഷണമാണോ എന്നുള്ളതാണ് ആദ്യമേ തിരിച്ചറിയേണ്ട, ആദ്യം നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു സംഗതി. അതില് നിങ്ങൾ ഏത് റൂട്ടിലൂടെയാണ്, ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുക എന്നത് വളരെ നിർണായകമാണ്. ആ നിർണായകമായ അന്വേഷണത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ അറിവിനെ അന്വേഷിക്കുക അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പാതയിലൂടെ പോവുക എന്നത് തന്നെ ഒരല്പം സാഹസികമായ പ്രവൃത്തിയാണ്. അത് അത്ര പെട്ടെന്ന് പിടിതരുന്ന ഒന്നല്ല. അതേസമയം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ പിടിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപക്ഷെ ഒപ്പം സഞ്ചരിക്കാനും കഴിയും. ഈ അറിവിന്റെ അന്വേഷണം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ സർവകലാശാല തലത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ബിരുദങ്ങളിലൊന്നായിട്ടുള്ള PhD ബിരുദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അന്വേഷണം എത്രമാത്രം പ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാൾ സാഗന്റെ ഒരു പുസ്തകമുണ്ട്. കാൾ സാഗൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫറുടെ, ഒരു ചിന്തകന്റെ ഒരു പുസ്തകമുണ്ട്. സയൻസ് ആസ് എ കാൻഡിൽ ഇൻ ദ ഡാർക്ക് ഡീമൺ വേൾഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. സയൻസ് ആസ് എ കാൻഡിൽ ഇൻ ദ ഡാർക്ക് ഡീമൺ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഒരു അത്യന്തം ഭീകരമായ ഇരുണ്ട ലോകത്ത് ശാസ്ത്രമാണ് ഒരു മെഴുകുതിരി വെളിച്ചം ആയി മാറുന്നത് എന്ന് പറയുന്ന തരത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കുറെ പ്രബന്ധങ്ങളും കുറെ നിരീക്ഷണങ്ങളും ഒക്കെയാണ് അതിന്റെ ഉള്ളടക്കം. അതില് കാൾ സാഗൻ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഞാൻ അത് ഒരു വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു വാദിച്ച് ജയിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു നിരീക്ഷണമാണ്, ഒരു ഉദാഹരണമാണ്. അതിങ്ങനെയാണ്: എന്റെ മുറിയിൽ തണുത്ത തീതുപ്പുന്ന അദൃശ്യനായ ഒരു ഡ്രാഗൺ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കേണ്ടി വരും. കാരണം അതിനെ എനിക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ ആവർത്തിക്കാം: എന്റെ മുറിയിൽ തണുത്ത തീതുപ്പുന്ന അദൃശ്യനായ ഒരു ഡ്രാഗൺ ഉണ്ട് എന്ന് വാദിച്ചാൽ നിങ്ങളത് വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ ഡ്രാഗണിനെ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. വാസ്തവത്തിൽ ചില അവസരങ്ങളിലെങ്കിലും നമ്മുടെ ഗവേഷണ ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മറ്റാർക്കും കാണാൻ സാധിക്കാത്ത, മറ്റൊരാൾക്കും അനുഭവിച്ചറിയാൻ സാധിക്കാത്ത, തൊട്ടു നോക്കാൻ സാധിക്കാത്ത ഒരു ഗവേഷണ രീതിശാസ്ത്രം അല്ലെങ്കിൽ ഗവേഷണ ഫലവുമായി പുറത്തിറങ്ങുന്ന എത്രയോ ഗവേഷകർ നമ്മുടെ പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലെ തണുത്ത തീതുപ്പുന്ന
എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഡ്രാഗൺ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കലല്ല PhD പ്രബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പിന്നെ ഞാനിത് കാൾസാഗനെ ഉദ്ധരിച്ചത് എന്തിനാന്ന് വെച്ചാല്, നിങ്ങൾ സാധാരണഗതിയിൽ ഈ ഗവേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ, ഗവേഷണം തുടങ്ങുന്ന കാലത്ത് തന്നെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ മെന്ററിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഗവേഷണത്തില് അത് ഗവേഷണത്തെ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് പിന്നത്തെ കാര്യം. ഞാന് മുമ്പൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത ടൈറ്റിൽ എന്താന്ന് വെച്ചാല് ഹൗ ടു സബ്മിറ്റ് എ PhD തീസിസ് ഇൻ 48 hours എന്നുള്ളതായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാം എന്നതായിരുന്നു ഞാൻ കൊടുത്ത വിഷയം. അപ്പൊ അത് ആ വിഷയം കണ്ടപ്പോ തന്നെ വളരെ ആവേശത്തോടു കൂടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിൽ, PhD ചെയ്യാത്തവർ പോലും, PhD അതിവിദൂര ഭാവിയില് ചിലപ്പോ സമീപഭാവിയിലൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളവർ കൂടി ആ ക്ലാസ്സിൽ കയറിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ഒരു PhD തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബാക്കിയൊക്കെ മാഷ എന്ത് വേണേലും പറഞ്ഞു, അത് ആദ്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് പോവാം. ചായ പോലും വേണമെന്നില്ല, ചായയും കടിയൊക്കെ ഉണ്ടാവും, ചായ പോലും വേണമെന്നില്ല, ഞങ്ങൾക്ക് ആ ഒരു സൂത്രം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇത് കേട്ടിട്ട് അങ്ങ് പൊയ്ക്കോളാം എന്നതായിരുന്നു പലരുടെയും ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നില്ല കാര്യങ്ങള്. കാരണം വാസ്തവത്തിൽ PhD തീസിസ് ചെയ്യാൻ വേണ്ടി കഷ്ടിച്ച് ഒരു അര ദിവസം മതി, ഒരു 5-6 മണിക്കൂറൊക്കെ മതി. ബാക്കി ഈ ബൈൻഡ് ചെയ്ത പ്രബന്ധം ഉണങ്ങാൻ വേണ്ടിയുള്ള സമയമാണ് ഒരു ദിവസം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിലൊന്നും അല്ല കാര്യങ്ങൾ എന്ന് ഞാൻ അവര് പറഞ്ഞു. അതോടുകൂടി രസം പിടിച്ച് കുറെ നേരം കൂടി അവര് സഹിച്ചിരുന്നു. വാസ്തവത്തിൽ നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ കാലത്ത്, ഞാനും നിങ്ങളൊക്കെ ഈ ജീവിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലത്ത്, നിബുവിന്റെ കാലത്ത് ഒരു PhD തീസിസ് ചെയ്യാൻ വേണ്ടി അത്ര പ്രയാസമൊന്നുമില്ല. ഒരു PhD തീസിസ് ചെയ്യാൻ അത്ര പ്രയാസമില്ല. എന്തുകൊണ്ട് അത്ര പ്രയാസമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇന്നത്തെ സായാഹ്നത്തിലെ ചർച്ചയുടെ വിഷയം തന്നെയാണ് അതിന്റെ കാരണം. ജെന്നി, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചിരുന്നു ആ പേര്, ആ ഉപകരണത്തിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചിരുന്നു, Jenny.ai. അതൊരു നിർമ്മിത ബുദ്ധി ഉപകരണമാണ്. ആ ഉപകരണത്തില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തീസിസ് എഴുതി മേടിക്കാം, പ്രയാസമില്ല. നിങ്ങൾ ഇതുവരെ ജെന്നിയെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ജെന്നിയെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംസാരം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജെന്നിയെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ജെന്നിക്ക് 2 വെർഷനാണുള്ളത്. ജെന്നിക്ക് ഫ്രീ വെർഷനും ഉണ്ട്, ജെന്നിക്ക് പെയ്ഡ് വെർഷനും ഉണ്ട്. നിങ്ങൾ ഈ suno.ai പാട്ട് പാടി നിങ്ങൾ ചിലപ്പോ വീട്ടിലും നാട്ടിലും ഒക്കെ സൂപ്പർ സ്റ്റാർ ആവുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. suno.ai എന്നും പറഞ്ഞൊരു ടൂൾ ഉണ്ടല്ലോ, അത് ഇപ്പൊ ഫോണിലും അവൈലബിൾ ആണ്, ആപ്പ് ഫോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾ ഒരു 2 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങൾ കൊടുക്കുന്ന വരികൾ ട്യൂൺ ചെയ്ത് അത് പാടി കേൾപ്പിച്ചു തരും എന്നുള്ള അവസ്ഥ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ സാം ആൾട്ട്മാൻ, ഈ ChatGPT-യുടെ ഒക്കെ നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ ഒരു പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സാം ആൾട്ട്മാനും അതുപോലെ ടിം കുക്കും കൂടെ, ആപ്പിളിന്റെ CEO ടിം കുക്കും കൂടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ പരമാവധി 10 വർഷത്തിനുള്ളിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഗാഡ്ജറ്റ് തന്നെ ഇല്ലാതാവുമെന്നാണ് അവർ പറയുന്നത്. അവർ തരുന്ന സൂചന. ഈ മൊബൈൽ ഫോണൊക്കെ മരിക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഈ മൊബൈൽ ഫോണിനെ അമിതമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. മൊബൈൽ ഫോൺ മരിച്ചിട്ട് പകരം മനുഷ്യർക്ക് കുറെ കൂടി പ്രയോജനപ്രദമായ ഒരു ഗാഡ്ജറ്റ് താണ്ട് വരാൻ പോകുന്നു. 5 വർഷത്തിനുള്ളിൽ മനുഷ്യരില്ല അതായിരിക്കും, ആ ഗാഡ്ജറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് മൊബൈൽ ഫോണേ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, ഇല്ലാതാവും, ഇപ്പോഴത്തെ ടെലിഫോണുകളുടെ അവസ്ഥയാവും മൊബൈൽ ഫോണിന് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. നല്ലത് തന്നെ. അതോടൊപ്പം തന്നെ റേബാൻ കമ്പനി മെറ്റയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 10-30,000-35,000 രൂപ കൊടുത്താൽ നിങ്ങൾക്കും പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അത് എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. പ്രീ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മെറ്റ ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണട, നിങ്ങളുടെ കണ്ണിലിരിക്കുന്ന സ്പെക്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുത്തു തരും. അതുപോലെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ആ നിമിഷം വീഡിയോ എടുത്തു തരും, മുന്നിലുള്ള എന്താണോ വസ്തു നിങ്ങൾ കാണുന്നത്. അതുപോലെ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു ബോർഡ്
അന്യഭാഷയിലുള്ള ബോർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇനി പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു തരും. അത്തരത്തില് അത് പരീക്ഷാ ഹാളിൽ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തില് ഈ പിന്നെ സാങ്കേതിക വിദ്യ വളരെ വളരെ പെട്ടെന്ന് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇന്ത്യക്കാരെ എങ്ങനെയായിരിക്കും ബാധിക്കുമെന്ന് വെച്ചാല് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടെ നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യക്കാര് ഈ പെയ്ഡ് ന്യൂസുകളും ഫേക്ക് ന്യൂസുകളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണല്ലോ കുറെ കാലമായിട്ട്, കഴിഞ്ഞ ഒരു 8-9 വർഷമൊക്കെ ആയിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കണ്ണടയോടോ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റിനോടോ ഒക്കെ ഇതിന്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് തിരിച്ച് മറുപടി തരും. സാധ്യത ഇന്ത്യക്കാർക്ക് അത്തരത്തില് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കുറച്ചാൾ മുമ്പ് വരെ നമ്മുടെ ഇലോൺ മസ്ക് വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് സ്പേസിലൊക്കെ പോയിട്ട് വരുന്ന ആ ചങ്ങാതി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കമ്പനി ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ന്യൂറാലിങ്കിന്റെ കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ മനസ്സ് വായിക്കുന്ന യന്ത്രം വരുന്നു എന്നുള്ളതാണ്. മനസ്സ് വായിക്കുന്ന യന്ത്രം. നമ്മൾ ഈ കുമാരനാശാനൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടില്ലേ, തന്നതില്ല പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശൻ വന്നു പോകുമ്പോഴേയും അർത്ഥസംഖ്യാലം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ അബദ്ധമാകുമ്പോൾ ആ വരികളൊക്കെ നമ്മൾ റദ്ദ് ചെയ്യും, അല്ലെങ്കിൽ ആ വരികളൊക്കെ മായ്ച്ചു കളയേണ്ട പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. തന്നതില്ല പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശൻ. ഈശ്വരനല്ല, ന്യൂറാലിങ്ക് ചിലപ്പോൾ അതിനുള്ള ഉപായം തരാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്തിരിക്കുന്ന ആൾ എന്താണ് മനസ്സിലാലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാലോചിക്കുന്നതെന്ന് ഡീകോഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ഡിവൈസ് ആണ് വരുന്നത്. ഇപ്പൊ അത് പാരലൈസ്ഡ് ആയിട്ടുള്ള രോഗികളില് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 260 വാക്കുകൾ ഒരു ദിവസം അത് ഡീകോഡ് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്, ഡോക്ടർമാർക്ക് കൈമാറുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ കല്യാണം കഴിക്കാൻ സാധ്യതയുള്ളവര് ചിലപ്പോൾ ഈ യന്ത്രത്തിന്റെ പാസ്വേഡുകളൊക്കെ ആയിരിക്കും പരസ്പരം കൈമാറാൻ സാധ്യതയുള്ളത്. അതാകുമ്പോഴത്തേക്ക് സൗകര്യമാണ്. മറ്റേയാൾ എന്താണ് മനസ്സിലാലോചിക്കുന്നതെന്ന് പാർട്ട്ണർക്ക്, പങ്കാളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും ഒക്കെ ഈ ഡിവൈസ് ഓരോന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. കാരണം വലിയ നോയിസ് പൊള്യൂഷൻ ഇല്ലാതെ, ശബ്ദമലിനീകരണം ഇല്ലാതെ പരസ്പരം തെറി പറയുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം പിന്നെ മരുമോള് ഓഫീസിലിരിക്കുകയാണെങ്കിൽ അമ്മായിമ്മയ്ക്ക് ആ ഡിവൈസിലൂടെ മരുമകളുമായിട്ട് ശബ്ദരഹിതമായി സംവദിക്കാനൊക്കെ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള വലിയ സാധ്യതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 10 വർഷത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ സാധ്യമാകാൻ പോവുകയാണ്. ഞാൻ എന്തിനാണ് ഇത്രയും ഈ സാങ്കേതിക വിദ്യയുടെ ഈ കുത്തൊഴുക്കിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു വിചാരമുണ്ട്, എന്റെ അപ്പനാണ് അല്ലെങ്കിൽ എന്റെ വീട്ടിലെ മുതിർന്ന ആളാണ് അറിവിന്റെ ഭയങ്കര ഹോൾസെയിൽ, അറിവിന്റെ നിറകുടം എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ അപ്പനാണ് ഏറ്റവും വലിയ അറിവുണ്ടായിരുന്ന മനുഷ്യൻ എന്ന് ഞാൻ വിചാരിച്ചാൽ, എന്റെ അപ്പൻ വിചാരിക്കുന്നത് അപ്പന്റെ അപ്പനാണ് ഏറ്റവും വലിയ അറിവ് ഉണ്ടായിരുന്ന ആളെന്നാണ്. വാസ്തവത്തിൽ ഈ അറിവിന്റെ ഒരു എമൗണ്ട്, ക്വാണ്ടിറ്റി ഒക്കെ ഈ പിന്നെ പഴയ വളരെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഈ പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേര്, 1ാം ക്ലാസ്സിൽ പോകുന്ന പിള്ളേര് പോലും വലിയ ഗാഡ്ജറ്റുകളൊക്കെ വളരെ നിഷ്പ്രയാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും അറിവ് പുതിയതായിട്ട് കണ്ടെത്തുകയും ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലും വലിയ സ്ഫോടനാത്മകമായ അറിവിന്റെ ഒരു പ്രഖ്യാപനം, ഒരു കളക്ഷൻ, ഡേറ്റ കളക്ഷൻ മനുഷ്യന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള യന്ത്രങ്ങളിലൊക്കെ അറിവിന്റെ ഒരു ഭീമാകാരമായ വിശാലമായ അത്യധികം ആഴത്തിലുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്, ഇതിനോടകം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ഒരു 4 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ചിലർ 6 വർഷം കൊണ്ടോ ഒക്കെ PhD തീസിസ് തീർക്കാൻ വേണ്ടി ഇപ്പോ ആലോചിക്കുന്നത്. നിങ്ങളിൽ പലർക്കും പിന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നത് 3 വർഷം കൊണ്ട്, ഫുൾ ടൈം ആണെങ്കിൽ 3 വർഷം കൊണ്ട് PhD തീസിസ് സബ്മിറ്റ് ചെയ്യാം.
പക്ഷെ ചിലര് ഈ ഫെലോഷിപ്പ് ഒക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗം എന്ന നിലയ്ക്ക് അതിനെ കണ്ട് അതില് എന്റർടൈൻഡ് ആയാല് അതില് ഒരു സുഖിമതിയായ ഒക്കെ മാറിക്കഴിഞ്ഞാല് നിങ്ങൾക്കത് വലിയ ദോഷം ചെയ്യും. കാരണം ഒരു 5 വർഷമോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം ആലോചിച്ച് തുടങ്ങിയ ആ വിഷയത്തിന് ചിലപ്പോൾ പ്രസക്തി തന്നെ ഉണ്ടാവില്ല. എന്താണ് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പം പിന്നെ മലയാളത്തിലെ PhD തീസിസുകളെ കുറിച്ച് പൊതുവെയുള്ള ഒരു ആക്ഷേപ സൂചകമായി പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് മലയാളത്തിൽ ഒരു PhD വേണമെന്നുണ്ടെങ്കിൽ കുമാരനാശാന്റെ കവിതകളിൽ എത്ര കൂവുണ്ട്, മാധവിക്കുട്ടിയുടെ കഥകളിൽ എത്ര മായുണ്ട് എന്നൊക്കെ എണ്ണി പറക്കി കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ PhD അവാർഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു അപഖ്യാതി, ഒരു ആക്ഷേപ സൂചകമായിട്ടൊരു സംഗതി പിന്നെ നാട്ടിലെങ്ങും പാട്ടാണ്. അപ്പൊ അത് ഞാനൊരു തമാശ കഥയായിട്ട് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ വിഷയത്തിന് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പോലും പ്രസക്തി ഇല്ലാതെ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എടുക്കുന്ന പരിശ്രമം അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം. ഒന്നാമതായി പറയാനുള്ള കാര്യം, നിങ്ങൾ എത്രത്തോളം മുന്നിലേക്ക് ചിന്തിക്കുന്നു, മുന്നിലേക്ക് നടന്നു കയറുന്നു എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയും സാങ്കേതിക വിദ്യ വരാൻ വേണ്ടി ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇത്രയും മനുഷ്യന്റെ മനസ്സ് പോലും വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ വരാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ PhD തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഗാഡ്ജറ്റ് പോലും ഒരുപക്ഷെ അപ്രസക്തമായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. നിങ്ങളുടെ PhD തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോ ഈ പിന്നെ റേബാന്റെ ഗ്ലാസ്സിലെ മെറ്റയോട് സംബന്ധിച്ചിട്ടായിരിക്കാം ചിലപ്പോ നിങ്ങളുടെ PhD തീസിന്റെ ഓരോ വരികളും നോക്കി വായിക്കുന്നത്. നിങ്ങളുടെ കണ്ണിന് മുന്നിൽ അത് എഴുതി കാണിക്കും. കണ്ണിന് മുന്നിലെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്ന ഒരു സംവിധാനം വരാൻ പോവുകയാണ്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അത്രയും മുന്നോട്ട് കയറി പോകുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കാലത്ത് തന്നെ നമ്മൾ കാണേണ്ടി വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. ആ ജാഗ്രത പുലർത്താൻ വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നുകൂടി പറയുകയാണ്. എന്താ ഞാനിത് പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന, ചിലപ്പോൾ ഇതിനുശേഷം കേൾക്കുന്ന ഗവേഷകർ ഒരുപക്ഷെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. ആ തുടങ്ങി ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് മനസ്സിലാവും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്രസക്തമായ ഒരു വിഷയമായിരുന്നല്ലോ, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്, ഇതിനെന്താണ് പ്രസക്തി എന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോകും. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ആദ്യമേ തന്നെ ഈ സാങ്കേതിക വിദ്യയുമായി പരിചയമില്ലെങ്കിൽ പോലും ഇത്രയും സംഗതികൾ നടക്കുന്നുണ്ട്. ടിം കുക്കും സാം ആൾട്ട്മാനൊക്കെ ഒരുമിച്ച് ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ അവർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരെന്തൊക്കെയോ സംഗതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഡിവൈസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു 5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കാനും നിങ്ങൾ കരുതിയിരിക്കുക. ഇത് ആണ് ഞാൻ പറയാൻ ശ്രമിച്ച ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അത്രമാത്രം ജാഗ്രത പുലർത്തണം. ഇതിനോടകം വിഷയം തിരഞ്ഞെടുത്ത് അത് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ഗൈഡുമായിട്ടൊക്കെ ആലോചിക്കുക. അത് മറ്റൊരു വിഷയം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് PhD ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് PhD ചെയ്യുന്നത്, ഇതിന്റെ വല്ല കാര്യവുമുണ്ടോ എന്ന് ഓരോ ദിവസവും നിങ്ങൾ ആലോചിക്കണം. ഓരോ ദിവസവും ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നിങ്ങളുടെ കോഴ്സ് വർക്ക് അവസാനിക്കുന്നവരെ മാത്രമേ ഇത് ആലോചിക്കാവൂ. 6 മാസം. അത് കഴിഞ്ഞ് ആലോചിച്ചാൽ ചിലപ്പോൾ നിർത്തിപ്പോകാനൊക്കെ തോന്നിക്കളയും. അങ്ങനെയൊന്നും ആലോചിച്ച് കളയരുത്. തുടക്കകാലത്ത് മാത്രം ആലോചിക്കുക, എന്തിനു വേണ്ടിയാ ഇത് ചെയ്യുന്നത്. ഗോഡ് ഫാദർ സിനിമയ്ക്കകത്ത് ജഗദീഷിനോട് ചോദിക്കുന്നത്, നീ എന്തിനാ പഠിക്കുന്നേ, അപ്പൊ എന്തോ ബികോമിന് നീ എന്തിനാ പഠിക്കുന്നേ എന്നാണ് ഇന്നസെന്റ് തിരിച്ചു ചോദിക്കുന്നത്. എന്നതുപോലെ നിങ്ങൾ എന്തിനാണ് PhD ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ചിലരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ജോലി കയറാനുള്ള ഒരു സാധ്യതയാണ്. ചിലരെ സംബന്ധിച്ചോളം DR എന്ന് മുന്നിൽ ചേർക്കാനുള്ള ഒരു സാധ്യതയാണ്. അതൊരു അലങ്കാര വസ്തുവാണ്. ഒരു ഡോ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു ചന്തമൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാനൊന്നും കുറച്ച് കാണുന്നില്ല. പ്രത്യേകിച്ച് 2 ഡോക്ടറേറ്റ് ഒക്കെ സാധാരണ ഓരോരുത്തർ ഒരു ഡോക്ടറേറ്റ് കൊണ്ട് പഠിക്കും. അങ്ങനെ നിർഭാഗ്യ വെച്ചാൽ പഠിച്ചു തീരാത്തതുകൊണ്ട് 2 ഡോക്ടറേറ്റ് ചെയ്തു പോയ ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും കമന്റ് ചെയ്യുന്നില്ല.
ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ലക്ഷ്യമല്ല, നിങ്ങളുടെ പ്രയോറിറ്റി. PhD ആണ് നിങ്ങളുടെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയുള്ള എഫർട്ട് അടുത്ത 3 വർഷത്തേക്ക് അതിനുവേണ്ടി ഒരുങ്ങുക. ഓരോ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക, സ്വയം റിപ്പോർട്ട് ചെയ്യുക. എന്താണ് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്തത്? അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്യുക. സാധാരണഗതിയിൽ നിങ്ങളുടെ കോഴ്സ് വർക്ക് കഴിയുമ്പോൾ, ചാപ്റ്റർ ഡിവിഷൻ കഴിയുമ്പോൾ, ചാപ്റ്റർ ഡിവിഷന്റെ സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ സെറ്റേറോ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. സെറ്റേറയെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും, വ്യക്തമായി കിട്ടും. സെറ്റേറ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ഗവേഷണ പ്രവർത്തനങ്ങളും ചിട്ടയായി അടുക്കി പറക്കി വെക്കാനുള്ള ഒരു ഫോൾഡറുകൾ, വിവിധ ഫോൾഡറുകളിൽ അടുക്കി പറക്കി വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്, ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ പ്രോഗ്രസിന്, നിങ്ങളുടെ യാത്രയെ അടയാളപ്പെടുത്താൻ അത് സാധിക്കും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും സ്വയം ഓരോ ദിവസവും ചെയ്യേണ്ടത്, ഓരോ ദിവസവും ആലോചിക്കേണ്ടത്, ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് എൻ്റെ ഗവേഷണ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്തത് എന്ന് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങളുടെ പ്രയോറിറ്റി, ഇപ്പോ ഞാന് ഒരു കാര്യം പറഞ്ഞാല്, നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചു എന്ന് നോക്കിയാൽ മതി. വളരെ നിസ്സാരമാണ്. നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോ നമ്മുടെ വീക്കിലി റിപ്പോർട്ടൊക്കെ ഫോണിൽ കിട്ടാറുണ്ട്. വീക്കിലി റിപ്പോർട്ട് ഫോണിൽ കിട്ടുമ്പോഴത്തേക്ക് ആ വീക്കിലി റിപ്പോർട്ടിനകത്ത് നോക്കും, ഇൻസ്റ്റാഗ്രാം ആണോ, ഫേസ്ബുക്ക് ആണോ, അതോ വാട്സപ്പ് ആണോ, ഏതാണ് കൂടുതൽ സമയം ഉപയോഗിച്ചത്? അതാണ് സ്വാഭാവികമായിട്ട് അതാണല്ലോ നിങ്ങളുടെ പ്രയോറിറ്റി. എന്നതുപോലെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റിയിൽ ഗവേഷണം എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എത്രാം സ്ഥാനത്താണ് എന്ന് പരിശോധിക്കലാണ്, ഓരോ ദിവസവും പരിശോധിക്കലാണ് നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. ഇപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പ്രയോറിറ്റി നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗവേഷക ആകാൻ സാധിക്കും, ഒരു തർക്കവുമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു സംഗതി എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഗവേഷണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഗവേഷണ പ്രവർത്തനം എന്ന് മാത്രമല്ല ഏത് പ്രവർത്തനത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും അതില് നൈതികത എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, എത്തിക്സ്. ഈ നൈതികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജീവിതത്തിലായാലും ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ജീവിതത്തിലായാലും. ഈ നൈതികത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നൈതികത എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ഈ സദാചാരം എന്നൊക്കെ ചിലപ്പോ ചിലര് അതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷെ അല്ല, സദാചാരവും നൈതികതയും രണ്ടും രണ്ടാണ്. സദാചാരം എന്താണെന്ന് നിങ്ങൾ കുറെ പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. സദാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാല്, സദാചാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിൽ ഉള്ള ചില കീഴ്വഴക്കങ്ങൾ, ചിട്ടകൾ ഒക്കെയാണ് സദാചാരം എന്ന് പറയുന്നത്. അത് ആ പ്രദേശത്ത് മാത്രമേ ഉണ്ടോ ആ സദാചാരം. അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു സദാചാരം ഉണ്ടാകില്ല. നിങ്ങൾ ഈ സദാചാര പോലീസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ, ഒന്ന് റീകളക്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സദാചാരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശത്തെ ആശ്രയിച്ച് ചിലപ്പോൾ അതൊരു ഭൂവിഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു സാമുദായിക വിഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പൊ അത്തരത്തിൽപ്പെട്ട മനുഷ്യരുടെ ഇടയിലുള്ള ചില കീഴ്വഴക്കങ്ങളെയാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത്. പക്ഷെ നൈതികത അങ്ങനെയല്ല. ലോകം മുഴുവനുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, ഒരു മൂല്യമാണ് നൈതികത എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ വ്യത്യാസം പറയാം. ഈ മോഷണം എന്ന് പറയുന്നത് ശരിക്കും സദാചാരപരമായിട്ടും അല്ലാതെയും തെറ്റ് തന്നെയാണ്. അതേസമയം വിശപ്പിന് വേണ്ടി മോഷ്ടിക്കുക എന്നത്, വിശന്നിരിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണം മോഷ്ടിച്ചത് എങ്കിൽ അതൊരു കുറ്റമല്ല, അതൊരു തെറ്റല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മധുവിനെ ഓർമ്മ വന്നിട്ടുണ്ടാവും. മധുവിനെ അന്ന് എല്ലാവരും കൂടി വളഞ്ഞുകൂടി ശിക്ഷിക്കുകയും മധുവിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത് ആ സദാചാരത്തിന്റെ, ആ പ്രദേശത്തെ സദാചാരത്തിന്റെ മോഷണം എന്ന് പറയുന്ന ആ കുറ്റത്തെ അത്ര തീവ്രമായി അവർ നോക്കിക്കണ്ടതുകൊണ്ടാണ്. അതേസമയം ഇത്
വിശപ്പ് കൊണ്ടാണ് അയാൾ ഭക്ഷണം എടുത്തത് എന്നത് തിരിച്ചറിയാൻ ഒരാളെങ്കിലും ആ ആൾക്കൂട്ടത്തിൽ, അങ്ങനെ ഒരു നൈതിക മുഖമുള്ള ഒരാളെങ്കിലും ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നില്ല. ഒരു പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, മോഷണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, സദാചാരപരമായിട്ടും അല്ലാതെ അംഗീകരിക്കാം. പക്ഷെ അതേസമയം വിശപ്പിന് വേണ്ടി ഭക്ഷണം എടുക്കുക എന്നത് ഒരിക്കലും മോഷണം എന്ന പേര് പോലും വിളിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഈ നൈതികത എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുന്നത്. അപ്പൊ നൈതികത ഇത്രയേ ഉള്ളൂ, സാർവലൗകികമാണ്. അതേസമയം സദാചാരം എന്ന് പറയുന്നത് പേഴ്സണലാണ്, വ്യക്തികളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെ സാമൂഹിക കീഴ്വഴക്കങ്ങളും ചിട്ടയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗവേഷണത്തിൽ സദാചാരപരമായ കീഴ്വഴക്കം പുലർത്തിയാൽ പോരാ, ഗവേഷണം നൈതികമായിരിക്കണം. നിങ്ങൾ കട്ടെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യത്തിന് മോഷ്ടിക്കാൻ കുഴപ്പമില്ല, എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ ഞാൻ ഒരു പേജ് എടുത്ത് ചേർത്തത് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പ്രബന്ധം, ഈ PhD പ്രബന്ധം അനന്യമാണെന്നും ഇത് കുറവുകൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് വിജ്ഞാനാർജനത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് വ്യക്തമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെങ്ങനെയാണ് സംഭവിക്കാന്ന് അറിയാമോ? ഇതുകൊണ്ടാണ് ഈ ടൈറ്റിൽ പ്രസക്തമാകുന്നത്. ജെന്നിക്ക് വേണ്ടി അല്ലെങ്കിൽ ജെന്നി പറഞ്ഞു തരുന്ന ഗവേഷണം ആണെങ്കിൽ അത് നൈതികമല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം ഗവേഷണം എന്നുള്ളതാണ് ഈ മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നത്? വാസ്തവത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും, ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരും നികുതിപ്പണം കൊണ്ടാണ് ഫെലോഷിപ്പ് വാങ്ങുന്നത്, തർക്കമില്ല. നികുതിപ്പണം എന്ന് പറയുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ്, പണമാണ്. അപ്പം നിങ്ങൾക്ക് ഓരോ രൂപ നികുതിപ്പണത്തിൽ നിന്ന് ഫെലോഷിപ്പായി കിട്ടുമ്പോഴും നിങ്ങൾ കരുതേണ്ടത്, മനസ്സിൽ കുറിക്കേണ്ടത്, ഈ പണം ഉപയോഗിച്ച് ജനനന്മയ്ക്ക്, ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന, പൊതുസമൂഹത്തിന് ആവശ്യമുള്ള, പൊതുസമൂഹം കാത്തിരിക്കുന്ന ഒരു ഗവേഷണ ഫലമാണ് ഞാൻ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കണം എന്റെ ഗവേഷണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് ചില്ലറ കാര്യമല്ല, കുറച്ച് പ്രയാസമാണ്, എനിക്കറിയാം. അപ്പൊ അത്തരത്തിൽ നമ്മള് ഗവേഷണത്തെ വാസ്തവത്തിൽ പുനർനിർവചിക്കുകയാണ് വേണ്ടത്. ജെന്നിയോട് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെന്നിയോട് ചോദിച്ചാൽ, ജെന്നി എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് കിട്ടും, ജെന്നി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കയറിയാൽ jenny.ai, ഇതിനോടകം തന്നെ പലരും നോക്കിയിട്ടുണ്ടോ എനിക്കറിയാം, JENNI.ai കയറി നോക്കിക്കഴിഞ്ഞാൽ ജെന്നിയുടെ ഫ്രീ വെർഷൻ കിട്ടും. ഫ്രീ വെർഷൻ ആണെങ്കിൽ ഒരു ദിവസം 200 വാക്കുകൾ ജെന്നി തരും. നമ്മളൊരു വിഷയം കൊടുത്താൽ മതി, ടൈറ്റിൽ ഉൾപ്പെടെ ജെന്നി, റെഫറൻസ് ഉൾപ്പെടെ ജെന്നി തരും. ഫ്രീ വെർഷൻ ആണെങ്കിൽ ഒരു ദിവസം 200 വാക്കുകളായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ആ 200 വാക്കുകൾ തന്നിട്ട് ജെന്നി നമ്മളോട് ആവശ്യപ്പെടും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഗൈഡിനെ ഇതുകൊണ്ടുപോയി കാണിച്ചിട്ട് ഗൈഡ് ഓക്കെ പറഞ്ഞാൽ നമുക്ക് നാളെ തുടരാം എന്നാണ് ഈ ഫ്രീ വെർഷനോട് ജെന്നി പറയുക. പക്ഷെ പെയ്ഡ് വെർഷൻ ഉണ്ട്, അത് ചെറിയ പൈസ കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു, ഞാനത് എടുത്തിട്ടില്ല, ഒരു മാസം ഏതാണ്ട് 280 300 രൂപ 500 രൂപ താഴെ ഉള്ളത്, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ജെന്നി എടുത്ത് ഇന്ന് പറയുകയാണ്, ജെന്നി എനിക്ക് ഇന്ന് രാത്രി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്കൊരു PhD, ഈ വിഷയത്തിൽ ഒരു PhD ദിവസം വേണമെന്ന് പറഞ്ഞാൽ ജെന്നി എഴുതിത്തരും, പാവമാണ്. പ്രശ്നം എന്താന്ന് വെച്ചാല്, ജെന്നിക്ക് അറിയാവുന്ന ഡേറ്റ വെച്ചിട്ടാണ് ജെന്നി എഴുതിത്തരുക. ഇംഗ്ലീഷിലായിരിക്കും, അത് മലയാളത്തിലാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ജെന്നി ഒരു ഗവേഷണ വിഷയം എടുത്തു തരുന്നു, ജെന്നിയെ കൊണ്ട് നമ്മൾ എഴുതിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നൈതികതയൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഞാൻ പറഞ്ഞ DR എന്ന ആ ഒരു ഓർണമെന്റ് ഉണ്ടല്ലോ, അലങ്കാരം, അത് ജെന്നിക്ക് കൊടുക്കേണ്ടി വരും. ഡോക്ടർ ജെന്നി എന്ന് ജെന്നിയെ വിളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, തൊട്ടു മുമ്പ് ചോദിച്ചത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഗവേഷണം നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് ഗവേഷണം നടത്തുന്നത്, എങ്ങനെയാണ് ഗവേഷണം നടത്തുന്നത്? ഈ ചോദ്യം പ്രസക്തമാകുന്നത് നമ്മൾ ജെന്നിയെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്.
ചില ഇപ്പൊ കുട്ടികളൊക്കെ ചാറ്റ് GPT ആശ്രയിക്കുന്നുണ്ട്. ചാറ്റ് GPTയേക്കാളും ഒരു പടിയും കൂടി മേലെ നിൽക്കുന്ന ഒരു AI ടൂളാണ് ജെന്നി. ജെന്നിയെ കൊണ്ട് പിന്നെ പ്രബന്ധങ്ങളൊക്കെ എഴുതി പിന്നെ അസൈൻമെന്റുകളൊക്കെ എഴുതി തരുന്ന വിദ്യാർത്ഥികളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമെമ്പാടും അതൊരു പതിവായി മാറിയിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നൈതികതയും സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന്റെ സ്കെയില് വെച്ച് നിങ്ങൾക്ക് അളന്നു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ജെന്നിയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എറിക്കിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. എഡ്യൂക്കേഷണൽ റിസോഴ്സ് ഇൻഫർമേഷൻ സെന്റർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. എഡ്യൂക്കേഷണൽ റിസോഴ്സ് ഇൻഫർമേഷൻ സെന്റർ, ERIC, അമേരിക്കൻ ആണ്. ERICയിൽ കയറി കഴിഞ്ഞാൽ, എറിക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അബ്സ്ട്രാക്റ്റുകളുണ്ട്. നിങ്ങൾ എന്ത് വിഷയമാണ്, നിങ്ങൾ കൾച്ചറൽ സ്റ്റഡീസ് ആണെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട, ഫോക്ലോർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ലിറ്ററേച്ചർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ഫിലിം സ്റ്റഡീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അബ്സ്ട്രാക്റ്റുകളുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫുൾ ടെക്സ്റ്റുകളുണ്ട്. ഈ ഫുൾ ടെക്സ്റ്റ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ അത് മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും യൂണിക്കോഡ് ഫോണ്ടിലേ കൊടുക്കാൻ പാടുള്ളൂ. ISM ഫോണ്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾ കഴിച്ചിലായേനെ. കാരണം ISM എന്ന് പറയുന്നത് ചിത്രങ്ങളാണല്ലോ, അക്ഷരങ്ങളല്ലല്ലോ. യൂണിക്കോഡ് പക്ഷെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടി വീഴും. അതുകൊണ്ട് നിങ്ങൾ അത്തരം സാഹസത്തിനൊന്നും മുതിരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വെബ്സൈറ്റുകളെ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അവിടെ പോയി നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങളുടെ പൂർവ്വ പഠനത്തിന് വേണ്ടി, നിങ്ങളുടെ പിന്നെ പൂർവ്വ പഠനം അന്വേഷിച്ച് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങൾക്ക് ശോധഗംഗയെ ആശ്രയിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എറിക്കിനെ ആശ്രയിക്കാം. എറിക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പിന്നെ പൂർവ്വപഠനങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ നിന്ന് കിട്ടും. ശോധഗംഗയിൽ നോക്കാം. ശോധഗംഗയിൽ പിന്നെ ഫുൾ ടെക്സ്റ്റ് തീസിസുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ശോധഗംഗോത്രിയിൽ നോക്കാം. ശോധഗംഗോത്രി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ശോധഗംഗോത്രിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് തൊട്ടു മുമ്പ് പൂർത്തിയായ സിനോപ്സിസുകളാണ് നിങ്ങൾക്ക് കിട്ടുക. ശോധഗംഗോത്രി. ആ സിനോപ്സിസുകൾ വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അത്തരം സാധ്യതകളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ, ഒരു സംഗതി എഴുതി വരുമ്പോഴത്തേക്ക് അതിന്റെ തുടർച്ച കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് GPT ആശ്രയിക്കാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങളത് ആവർത്തിച്ച് ഉറപ്പിച്ച് അതിനെ പരീക്ഷിച്ച് അറിയണം എന്നുള്ളതാണ്. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഡയസ്പൊറ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ലേഖനം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിലെ പൂർവ്വ പഠനങ്ങൾ, അതായത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സ്റ്റഡീസിനെ പരാമർശിക്കാൻ വേണ്ടി ഞാൻ അന്ന് ബാർഡ് എന്ന് പറഞ്ഞിട്ട്, ജെമിനിക്ക് മുമ്പുള്ള കാലമാണ്, ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പ്, ബാർഡിനോട് ഞാൻ ചോദിച്ചു, ഗൂഗിളിന്റെ ബാർഡിനോട് ഞാൻ ചോദിച്ചു, ഡയസ്പൊറ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു 5 പുസ്തകങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ബാർഡ് ഉടനെ തന്നെ നിമിഷ നേരം കൊണ്ട് 5 പുസ്തകങ്ങൾ എനിക്ക് തന്നു. പുസ്തകങ്ങൾ, അതിന്റെ ഓതറിന്റെ പേര്, പബ്ലിക്കേഷൻ ഡേറ്റ് എല്ലാം തന്നു. ഞാൻ ഈ ഓരോ പുസ്തകത്തിന്റെയും പേര് വെച്ചിട്ട് ഞാൻ ഗൂഗിളിൽ വീണ്ടും സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് 3 പുസ്തകങ്ങൾ കിട്ടി. അതിന്റെ ബ്ലർബൊക്കെ ഞാൻ വായിച്ചു. നല്ല പുസ്തകങ്ങളാണ്. അതിന്റെ അബ്സ്ട്രാക്ട് ഞാൻ വായിച്ചു. നല്ല പുസ്തകങ്ങളാണ് എന്ന് വെച്ചാൽ എനിക്ക് ഉപയോഗപ്പെടുന്ന പുസ്തകങ്ങളാണ്. പക്ഷെ 2 പുസ്തകം ഞാൻ എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല. ടൈറ്റിൽ തിരഞ്ഞു നോക്കി, ഓതറിനെ തിരഞ്ഞു നോക്കി, അതിന്റെ പബ്ലിഷർ തിരഞ്ഞു നോക്കി, കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ബാർഡിനോട് തന്നെ ചോദിച്ചു, പ്രിയപ്പെട്ട ബാർഡെ, എന്താണിത്? ആ 2 പുസ്തകത്തിന്റെ പുറംചട്ട എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോ ബാർഡ് നിരാശ്രയനായി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, എനിക്ക് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്നാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഞാൻ ആ 2 പുസ്തകങ്ങളും കൂടെ എന്റെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുകയും ഞാനത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എന്റെ ക്രെഡിബിലിറ്റി അതോടുകൂടി ഇല്ലാതായാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിൽ AI ടൂളുകൾ നമുക്കിട്ട് ചിലപ്പോ നല്ല ഒന്നാന്തരം പണി തരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഒരു സ്രോതസ്സിൽ നിന്ന് കിട്ടിയാൽ അത് ക്രോസ് ചെക്ക് ചെയ്യോ, അത് ഒന്നുകൂടെ അത് ശരിയാണോ എന്ന്
ചെക്ക് ചെയ്യുകയോ ചെയ്യേണ്ടത് അങ്ങനെ ജാഗ്രതയോടുകൂടി അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ സാധ്യതകൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് ജെനിയോട് ചോദിച്ച് തീസസ് എഴുതാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. അതേപോലെ തന്നെ മെറ്റയോട് ചോദിക്കാം. മറ്റനേകം AI ടൂളുകളുണ്ട്. ഈ AI ടൂളുകളോട് ഏത് ടൂളുകളോടും ചോദിക്കാം. നിങ്ങൾക്ക് വിക്കിപീഡിയെന്ന് പോലും ഒരു മാറ്റർ എടുത്തിട്ട് നിങ്ങളുടെ തീസിസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ വിക്കിപീഡിയ നേരിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേജറിസത്തിൽ ഉൾപ്പെടില്ലേ? പ്ലേജറിസം വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ലേ? ശരിയാണ്. അതിനെ അതിജീവിക്കാനുള്ള സോഫ്റ്റ്വെയറുകളും ഇപ്പോ അവൈലബിൾ ആണ്. Humanize.ai എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. Humanize.ai. നിങ്ങൾ എന്ത് എഴുതി അതിനകത്ത് ഇട്ടാലും അതിനെ മറ്റൊരു ഫ്രൈസിലേക്ക്, ഇതുവരെ ആരും എഴുതിയിട്ടില്ലാത്ത മറ്റൊരു ഫ്രൈസിലേക്ക് മാറ്റിത്തരും. അത് ഇതുവരെയുള്ള ഒരു AI ടൂളുകളും അത് പിടിക്കത്തില്ല. അങ്ങനെയും ഇപ്പൊ നമ്മൾ പ്ലേജറിസം പിടിക്കാൻ വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്കുണ്ട്. ആ സോഫ്റ്റ്വെയറുകളൊക്കെ കബളിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഹ്യൂമനൈസ് ചെയ്തിട്ട് ആ സെന്റൻസുകളെയൊക്കെ മാറ്റി എഴുതാൻ, പാരാഫ്രൈസ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ടൂളുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമർലി. ഗ്രാമർലി എന്ന് പറയുന്നത് സാധാരണ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഗ്രാമർലി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള. അത് അത്യാവശ്യം പൈസയാണ്, അത്യാവശ്യം ചെലവുള്ളതാണ്. ഗ്രാമർലി ഫ്രീ ആയിട്ടും കിട്ടും, ചെറിയ പെയ്ഡ് വെർഷനും കിട്ടും, പ്രീമിയം വെർഷനും കിട്ടും. ഞാൻ പറഞ്ഞ ഈ പ്രീമിയം വെർഷനെ കുറിച്ചാണ്. പ്രീമിയം വെർഷൻ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റിയിലാണ്. MG യൂണിവേഴ്സിറ്റിയിൽ ഗ്രാമർലിയുടെ ഒരു പ്രീമിയം വെർഷൻ ഉള്ളതായിട്ട് അറിയാം. അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും മലയാള സർവകലാശാലയിൽ ഇല്ല, ഗ്രാമർലി ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പെയ്ഡ് വെർഷൻ ചെറിയ പൈസ കൊടുത്താൽ കിട്ടും. അപ്പൊ ഈ ഗ്രാമർലിയോടോ അല്ലെങ്കിൽ Humanize.ai ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റി അല്ലെങ്കിൽ അത് പാരാഫ്രൈസ് ചെയ്ത് കിട്ടുന്ന ധാരാളം ടൂളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും സാധ്യതകൾ, ഇത്രയും സാങ്കേതികമായിട്ടുള്ള ഇത്രയും സാധ്യതകൾ മുന്നിലിരിക്കെ നിങ്ങൾക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഒരു കുതിരയുടെ കണ്ണിങ്ങനെ കെട്ടിവെച്ചിട്ട് മുന്നോട്ട് തന്നെ പോകുന്നത് പോലെ സഞ്ചരിക്കുക എന്നത്, അടുത്ത 3, 4, 5 വർഷം സഞ്ചരിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ ഒരു പണിയാണ് എന്നെനിക്കറിയാം. ആ ബോധ്യം നിങ്ങൾ ഉണ്ടാവുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നല്ലത്. പിന്നെ സാധാരണഗതിയിൽ ഈ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട അതിന് തൊട്ട് മുമ്പ് ഒരു 5-6 മാസം ഒക്കെ ഉള്ള സമയത്താണ് സാധാരണഗതിയിൽ തീസിസിനെ കുറിച്ച് കൂടുതൽ ഉത്സാഹവും ആവേശവും ഒക്കെ വരുന്നത്. അത് സത്യം പറഞ്ഞാൽ മടിയന്മാരുടെയും മടിച്ചികളുടെയൊക്കെ ഒരു ശീലമാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു മാഷ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാനും അവസാനത്തെ ഒരു 6 മാസമല്ല, ഏതാണ്ട് 1 വർഷം കൊണ്ടൊക്കെയാണ് ഞാൻ അതിന്റെ പൂർത്തീകരിച്ചത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പുള്ള 3 വർഷവും ഞാൻ അതിനുവേണ്ടി ഓരോ ദിവസവും നിശ്ചിത സമയം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ നമ്മുടെ പിന്നെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം, എല്ലാവരുടെയും ജീവിതത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മൈലും കൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ 24 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ ഉറക്കം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ ജീവിതത്തിൽ 25 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. ആ 1 മണിക്കൂർ നിർണായകമാണ്. നിങ്ങൾക്ക് മറ്റെല്ലാ ജോലികളും, നിങ്ങളുടെ റുട്ടീൻ, നിങ്ങളുടെ പതിവുകളെല്ലാം മാറ്റിവെച്ചിട്ട്, പതിവുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ അധികം കിട്ടുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു ഫലം, മികച്ച റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ജീവിതത്തിലെ അത്തരത്തിലുള്ള വീണ് കിട്ടുന്ന നിമിഷങ്ങൾ വളരെ വളരെ വാല്യുബിൾ ആയിരിക്കും, മൂല്യമുള്ളതായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോ അത്തരത്തില് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ 25 മണിക്കൂർ ഒരു ദിവസം ഉണ്ടാവുകയും ആ 25ാമത്തെ മണിക്കൂർ നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയകരമായി ഗവേഷണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഈ ഗവേഷണ പ്രഭാഷണ പരമ്പരയിൽ ഒരു അവസരം തന്ന ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ പ്രതിനിധികൾക്ക്, മലയാള സർവകലാശാലയിലെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക്, എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ ഗവേഷകർക്കും
ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഈ ഉദ്യമത്തോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ഇതിന്റെ തുടർ ചർച്ചകൾ അല്ലെങ്കിൽ തുടർ സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് കരുതുന്നു. കുറച്ച് സമയം അതിനുവേണ്ടി നീക്കി വെക്കുകയാണ്. നിങ്ങൾ ഒന്നുകിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ മെസ്സേജ് ബോക്സിൽ ഇട്ടാലും ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മാഷ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. പക്ഷേ ഒരു മെസ്സേജ് ബോക്സിൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നു. കണ്ടു. എങ്ങനെയാണ് പ്ലേജറിസം ഒഴിവാക്കുക? ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞ പ്ലേജറിസം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേജറിസം ഉണ്ട്, അറിയാതെ അനുഭവിക്കുന്ന പ്ലേജറിസം ഉണ്ട്. ഇപ്പോ മലയാളത്തിൽ പ്ലേജറിസം ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള നല്ല ടൂളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ള ശുഭകരമോ അശുഭകരമോ ആയ വാർത്ത. ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലേജറിസം കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. നമുക്ക് എങ്ങനെയാണ് പ്ലേജറിസം ഒഴിവാക്കുക എന്ന് ചോദിച്ചാൽ, ഈ പ്ലേജറിസം അറിയാതെ വരുന്നതിന്റെ ഒരു സംഗതി ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റ് കോട്ട് ചെയ്യുകയാണ്, നിങ്ങളുടെ പ്രബന്ധത്തിലേക്ക് ഒരു ടെക്സ്റ്റ് കോട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ കുറച്ച് വരികൾ നിങ്ങളുടെ പ്രബന്ധ ശരീരത്തിൽ എടുത്തു ചേർക്കുകയാണ്. എത്ര വരി വരെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ, ഒറ്റ അടിക്ക് എത്ര വരി വരെ ചേർക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? 8 വരികളാണ്. 8 വരികളാണ് ഒറ്റ സ്ട്രെച്ചിന് ചേർക്കാൻ പറ്റുന്നതിന്റെ ഒരു തോതായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ 8 വരികളിൽ അധികരിച്ചാൽ ആ മുഴുവൻ വരികളും പ്ലേജറിസമായിട്ടാണ് ഡിക്റ്റേറ്റ് ചെയ്യുക, നിങ്ങൾ സൈറ്റേഷൻ കൊടുത്താൽ പോലും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 8 വരി പരമാവധി എഴുതിയിട്ട് അതിനകത്ത് ഒരു നിരീക്ഷണമോ ഒരു അഭിപ്രായമോ എന്തെങ്കിലും ഒരു കമന്റും കൂടെ ചേർത്തിട്ട് അത് വേണമെങ്കിൽ തുടരാം. പക്ഷെ ഞാൻ പറയുന്നത്, അത് നിർബന്ധമാണെങ്കിൽ മാത്രം പ്രബന്ധ ശരീരത്തിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സൂചന കൊടുത്തിട്ട് ഒരു നമ്പർ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അത് കുറിപ്പുകളുടെ കൂട്ടത്തിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇത് അറിയാതെ സംഭവിക്കുന്നതാണ്. ഈ 8 വരി എന്നുള്ള നിബന്ധന അറിയാത്ത ഒരാൾ പ്ലേജറിസത്തിൽ ചെന്ന് ചാടുന്നതാണ് ഞാനിപ്പോ പറഞ്ഞ ഒരു ഉദാഹരണം. ഇനി ഇതല്ലാതെ ഒരു നല്ലൊരു അഭിപ്രായം, ഒരു നിരീക്ഷണം കിട്ടി, ആ നിരീക്ഷണം എന്റെ സ്വന്തമാണ് എന്ന് കരുതി ഞാൻ എടുത്തങ്ങ് ചേർത്തു, അതിന് സൈറ്റേഷൻ ഒന്നും കൊടുത്തില്ല, അതും പ്ലേജറിസമാണ്. ഇത് അറിഞ്ഞു ചെയ്യുന്നതുമാകാം, അറിയാതെ ചെയ്യുന്നതുമാകാം. അതുപോലെ ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത, ആർക്കും അറിയാത്ത ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു രചയിതാവിന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം കോട്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൈറ്റേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കോടതി മുറിയിൽ നമ്മളൊരു വാദം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില സാക്ഷികളെ പോലെയാണ് കരുതേണ്ടത്. നമ്മുടെ ഒരു ആർഗ്യുമെന്റ്, ഒരു വാദം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ഇപ്പൊ മലയാളമാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന കാര്യമാണ്, ഇത് തന്നെയാണ് ഡോക്ടർ എം ലീലാവതി പറഞ്ഞിട്ടുള്ളത്, സമാനമായ അഭിപ്രായമാണ് പ്രൊഫസർ എം കെ സാനുവിനുള്ളത്, ഡോക്ടർ കെ എസ് രവികുമാറും ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് യുവർ ഓണർ, എന്റെ വാദം വാലിഡ് ആണ്, എന്റെ വാദം ശരിയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. ഈ ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഈ സൈറ്റേഷൻ കൊണ്ട് ഈ പ്രബന്ധത്തിലൂടെ ഗവേഷകർ ചെയ്യേണ്ടത്. ഇതിന് പകരം ഇങ്ങനെ 2-3 അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചാൽ അത് സൈറ്റേഷനും ആവില്ല, അത് ഈ വാദഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസും ആവില്ല. ഇനി ഈ പ്ലേജറിസം ഒഴിവാക്കാനുള്ള സൂത്രം എന്താന്ന് വെച്ചാല്, ഈ എഴുതിയിരിക്കുന്ന വേറെ ആരെങ്കിലും എഴുതിയത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ
മോഷ്ടിച്ച് നമ്മുടെ നമ്മുടെ പ്രബന്ധത്തിൽ ചേർക്കുന്നതാണല്ലോ പ്ലേജറിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്വാംശീകരിച്ചിട്ട് ആ കണ്ടന്റിനെ നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതുക. അതിനുശേഷം ഇത് ആ ആളിന്റെ അഭിപ്രായമാണ് എന്ന് കൂടി എഴുതുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏത് ഭാഗമാണോ നമ്മൾ സൈറ്റ് ചെയ്തിരിക്കുന്നത്, എടുത്തു ചേർത്തിരിക്കുന്നത്, അതിന് കൃത്യമായ സൈറ്റേഷൻ കൊടുക്കുക. കാരണം ഒരാളിന്റെ ബൗദ്ധിക സ്വത്തിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അത്തരത്തിൽ ഒരു ബൗദ്ധിക സ്വത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരാളെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ നിരീക്ഷണം, അല്ലെങ്കിൽ ഒരാളുടെ നിർവചനം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അയാളുടേതാണ് എന്ന് അംഗീകരിച്ചാൽ മതി. പിന്നെ പ്ലേജറിസം ഒരു പ്രശ്നമല്ല. ഇത് ആ ആളിൻ്റെതാണ്, ഈ അഭിപ്രായം ആ ആളിൻ്റെതാണ് എന്ന മട്ടിൽ അതിനെ സൈറ്റ് ചെയ്താൽ, ഇന്ന പുസ്തകത്തിൽ നിന്ന് ഇത്രാമത്തെ പേജിൽ നിന്ന് എടുത്തതാണ് ഇത് സൈറ്റ് ചെയ്താൽ അത് പ്ലേജറിസത്തിന്റെ പരിധി വരില്ല. അതേസമയം മറ്റൊരാളുടെ അഭിപ്രായമോ നിരീക്ഷണമോ നിർവചനമോ ഒക്കെ സ്വന്തമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി ശരി. മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാം. ടോപ്പിക് ശരി. ശരി 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 ശരി. അതായത് നമ്മള് ആദ്യമേ തിരഞ്ഞെടുക്കുന്നത് ടോപ്പിക് അല്ല. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ടോപ്പിക്കിലേക്ക്, ശീർഷകത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഒരു വിഷയമാണ്. ആ വിഷയത്തെയാണ് നമ്മളൊരു ടോപ്പിക്കാക്കി മാറ്റുന്നത്, ശീർഷകമാക്കി മാറ്റുന്നത്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാല്, നമ്മള് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ അങ്ങനെയാണ് ധാരണ. ചെറുശ്ശേരിയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രബന്ധം, ഒരു പഠനമൊക്കെ തയ്യാറാക്കാം. അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ട് ആ വിഷയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ അതിന്റെ ശീർഷകത്തിലേക്ക് പോകുന്നത്. മനസ്സിലായോ? ആ ശീർഷകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ശീർഷകത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പ് ഗവേഷണം നടത്തിയവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ സഹായം തേടാവുന്നതാണ്. ഇനി ഈ ഒരു വിഷയത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ, ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തുടക്കക്കാരെന്ന നിലയ്ക്ക് ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ കളയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഒരിക്കലും ഗവേഷണം ചെയ്യരുത്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഒരിക്കലും ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം നോവലാണെന്നിരിക്കട്ടെ, ഒരു കാരണവശാലും നോവൽ തിരഞ്ഞെടുക്കരുത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇതാണ്. നോവൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംബ്രല്ല ടേമാണ്. നോവലിലെ കാൽപ്പനികത, അല്ലെങ്കിൽ നോവലിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ജാതി, ഇങ്ങനെയുള്ള ചെറിയ 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 കണ്ടന്റിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ. അതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു കാരണവശാലും അത് തിരഞ്ഞെടുക്കരുത്. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാകുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യാൻ തോന്നും. ഏറ്റവും നന്നായി ഒരിക്കലും PhD തീസിസ് ചെയ്യാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ PhD തീസിസും സമ്പൂർണ്ണമല്ല. എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങൾ കാണും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അത് അപൂർണവുമായിരിക്കും. കാരണം അത് പഠിച്ചു തീരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് തുടങ്ങും പോലെയല്ല, അത് പഠിച്ചു തീരുമ്പോഴത്തേക്ക് ചില വിഷയങ്ങളെങ്കിലും അപ്രസക്തമാകും. ചിലത് ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ അപ്രസക്തമാകും. മറ്റു ചിലത് പിന്നെ ഈ പഠനത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് തന്നെ
ആ വിഷയം തന്നെ അപ്രസക്തമായി തീരും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. കൾച്ചറൽ സ്റ്റഡീസ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഒരു പഠന മേഖലയായിരുന്നു കൾച്ചറൽ സ്റ്റഡീസ്, സാംസ്കാരിക പഠനം. ഇപ്പൊ സാംസ്കാരിക പഠനം വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ഡിമാൻഡില്ലെന്ന് പറഞ്ഞാൽ ആരും ചെയ്യുന്നില്ല. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് സാംസ്കാരിക പഠനമാണ്. പിന്നെ അതുപോലെ തന്നെ പാഠവിമർശം, ടെക്സ്റ്റുവൽ അനാലിസിസ്, അതിനും ഇപ്പൊ ഡിമാൻഡ് കുറവാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ പോകരുത്. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ വിഷയം തിരഞ്ഞെടുക്കരുത്. ഒരു വിഷയം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ നിങ്ങൾ MA പഠിക്കുമ്പോൾ തന്നെ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ചെന്ന് ഉടക്കണം. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ MA കോഴ്സ് തന്നെ. MA കോഴ്സിൽ അത്രയും ഒരു വിശാലമായിട്ടുള്ള ഒരു പാക്കേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമായിരിക്കണം നിങ്ങൾ ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമല്ല, നിങ്ങൾക്ക് ഏറ്റവും അനായാസം ചെയ്തു തീർക്കാൻ പറ്റും എന്ന വിഷയം തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കരതലാമലകം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളംകൈയിലെ നെല്ലിക്ക എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾക്ക് കൈയൊതുക്കമുള്ള, നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന വിഷയമായിരിക്കണം ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്താൽ ആ വിഷയത്തിൽ നിങ്ങൾ അഭിരമിച്ചു പോകും. ആ വിഷയത്തിൽ അഭിരമിച്ചു പോയാൽ ആ വിഷയം പഠിച്ചു തീരാൻ വലിയ പ്രയാസമായിരിക്കും, ഒരുപാട് കാലം നീണ്ടുപോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റും. നിങ്ങൾ കുറെ അസൈൻമെന്റുകളും പ്രബന്ധങ്ങളും ഒക്കെ തയ്യാറാക്കുന്നതാണല്ലോ നിങ്ങളുടെ MA കാലഘട്ടത്തിൽ. അപ്പൊ ഇതെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ആ വിഷയത്തിൽ നിന്നാണ് ടോപ്പിക്കിലേക്ക് പോകുന്നത്, ടൈറ്റിലേക്ക് പോകുന്നത്, പ്രബന്ധ ശീർഷകത്തിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എൻട്രൻസിന്റെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമുഖ പരീക്ഷയുടെ സമയത്തോ നിങ്ങൾ കൊടുക്കുന്ന വിഷയം ആയിക്കൊള്ളണമെന്നില്ല അവസാനം നിങ്ങളുടെ രജിസ്ട്രേഷന്റെ സമയത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരുന്ന ആ ടോപ്പിക്ക്, ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കമ്മിറ്റിയുടെ സമയത്ത് ഡോക്ടർ കമ്മിറ്റിക്ക് വരുന്ന വിഷയ വിദഗ്ധനും കൂടി ആലോചിച്ചിട്ട് അങ്ങനെയാണ് ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ടൈറ്റിലേക്കല്ല എത്തുന്നത്. ആ വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ വിഷയത്തിൽ നിന്നാണ്, വിഷയമാണ് അതിന്റെ വിത്ത്. ആ വിഷയം എന്ന് പറയുന്ന വിത്തിൽ നിന്നാണ് ശീർഷകമായാലും അതിന്റെ മെത്തഡോളജി ആയാലും അതിന്റെ ആ ഗവേഷണത്തിന്റെ സമീപനമായാലും അതിൽ എത്ര ചാപ്റ്റർ വേണമെന്നുള്ളതായാലും അത് ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് എല്ലാം വരുന്നത് ആ വിഷയത്തെ ആസ്പദമാക്കിയിരിക്കും. വിഷയമാണ് മിത്തല്ല വിത്ത്. വിഷയമാണ് വിത്ത്. ആ വിഷയത്തെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ശരി, അജയഘോഷ് ചോദിച്ചിരിക്കുന്നു, AI ടൂളുകളുടെ ഉപയോഗത്തിന് ഗവേഷണത്തിൽ വിലക്കോ നിയന്ത്രണമോ ഉണ്ടോ? ഒരിക്കലുമില്ല. AI ടൂളുകൾ ഉപയോഗിക്കുന്നതിന് ഒരു വിലക്കോ ഒരു നിയന്ത്രണമോ ഒന്നുമില്ല. AI ടൂളുകൾ ധാരാളമായി ആശ്രയിക്കാവുന്നേ ഉള്ളൂ. മനുഷ്യനെ നന്മയ്ക്കോ തിന്മയ്ക്കോ എന്നുള്ള വിഷയമല്ലല്ലോ. മനുഷ്യനെ കുറച്ചുകൂടെ മനുഷ്യന്റെ ജോലിഭാരം കുറയ്ക്കാനും ആയാസരഹിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയാണ് AI ടൂളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ആനന്ദിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു വിലക്കുമില്ല. ഗവേഷണത്തിന് AI ടൂളുകൾ ഉപയോഗിക്കാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് AI ടൂളുകൾ തരുന്ന കണ്ടന്റ്, ആ കണ്ടന്റ് നിങ്ങളുടെ പ്രബന്ധ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് പ്ലേജറിസം ടൂളുകൾ ഡിക്റ്റേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. പ്ലേജറിസം ടൂള് വെച്ച് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ, അതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം AI ടൂളിനായിരിക്കില്ല, അതിനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്കായിരിക്കും. കാരണം ഇതിനെ വിവേചന ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഒരു മറുപടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഡയസ്പോറ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്. അപ്പൊ AI ടൂളുകളെ ആശ്രയിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഉത്തരങ്ങളിലേക്കൊക്കെ നേരിട്ട് ചെല്ലാൻ പറ്റും. ഇപ്പൊ ഞാന് ഒരു ഉദാഹരണം പറയാം ജയഘോഷ്. അതായത് ഈ NS മാധവൻ ഈ അടുത്ത കാലത്ത് ഒരു കഥ എഴുതിയിരുന്നു. എന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മുതലയുടെ വായില് മണമൊക്കെ പറയുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഗതി ഇത്രയേ ഉള്ളൂ. മുതലയുടെ വാ തുറക്കുമ്പോൾ എന്ത് മണമാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി NS മാധവൻ ആശ്രയിച്ചത് പിന്നെ AI ടൂളിനെയാണ്. ഒരു AI ടൂളിനോട് ചോദിച്ചു, മുതലയുടെ വാ തുറക്കുമ്പോൾ എന്ത് മണമാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പം അത് അത് കൊടുത്ത മറുപടി അത് ഏത് പരിതസ്ഥിതിയിലാണോ വളരുന്നത് അതനുസരിച്ചുള്ള
പിന്നെ മണമായിരിക്കും വാ തുറക്കുമ്പോഴും ഉണ്ടാവുക എന്നാണ് മറുപടി കൊടുത്തത്. അപ്പൊ അത്തരത്തില് പിന്നെ AI ടൂളുകളെ ആശ്രയിച്ചിട്ട് സർഗാത്മക രചനയൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ AI ടൂളുകളെ ആശ്രയിച്ചിട്ട് നമുക്ക് അതെ ഭീമച്ചൻ, ഹരികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ഭീമച്ചൻ ഞാൻ ആ പേര് വിട്ടുപോയി. ഭീമച്ചനകത്ത് പിന്നെ മുതലയുടെ വാദം അത് AI ടൂളിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ ഇതുപോലെ നിരവധി ഗവേഷകർ AI ടൂളുകളെ ഗവേഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിൽ തെറ്റില്ല എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും തീർച്ചയായിട്ടും ഗവേഷകരുടെ ഉത്തരവാദിത്വമാണ്. കാരണം പ്രബന്ധത്തിൽ എഴുതുന്ന ഓരോ വാക്കിനും, വരികൾക്കല്ല ഓരോ വാക്കിനും ഗവേഷകൻ സമാധാനം പറയേണ്ടി വരും. മെറ്റ മുഹമ്മദ് റിയാസ് ചോദിച്ചിരിക്കുന്നു. മെറ്റ എനിക്കത്ര ഈ താരതമ്യേന, അതായത് ജെന്നിയെ അപേക്ഷിച്ച് മെറ്റ അത്ര മികച്ച ഒരു ടൂളല്ല. ജെന്നിയെ അപേക്ഷിച്ച് ചാറ്റ് GPT മികച്ച ടൂളല്ല. ചാറ്റ് GPT അപേക്ഷിച്ച് മെറ്റയും മികച്ച ടൂളല്ല. നിങ്ങൾ അതിനെ ഒരു ഗ്രേഡിങ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ 1ാം സ്ഥാനത്ത് ജെന്നിയെ നിർത്തും, 2ാം സ്ഥാനത്ത് ചാറ്റ് GPT നിർത്തും, 3ാം സ്ഥാനത്ത് മെറ്റയെ നിർത്തും. മെറ്റ റിസർച്ച് ആണ് ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലേ? മെറ്റ AI അല്ലല്ലോ, മെറ്റ റിസർച്ച് ആണ് ചോദിച്ചത്. അതോ മെറ്റ ടൂളിനെയാണോ ചോദിച്ചത് റിയാസ് ചോദിച്ചത്? മെറ്റ ടൂൾ അല്ലെന്ന് ഞാൻ കരുതുന്നു. മെറ്റ റിസർച്ചിനെ കൂടെ കുറിച്ച് പറയാം. ഓക്കെ, അതല്ല, പിന്നെ മെറ്റ റിസർച്ച് ആണ് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, മെറ്റ റിസർച്ച് എന്ന് പറഞ്ഞാൽ ടൂളല്ല, മെറ്റ ടൂളല്ല. മനസ്സിലായി. ഞാൻ ആദ്യം നേരത്തെ ടൂളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാണ്. മെറ്റ റിസർച്ച് നല്ലൊരു ഏരിയയാണ്, നല്ലൊരു ആശയമാണ്. പക്ഷെ നമ്മൾ ഏത് വഴിയിലാണ്, ഏത് റൂട്ടിലാണ് മെറ്റ റിസർച്ചിലേക്ക് ചെന്നെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 തരത്തിലാണ് നമുക്ക് ഗവേഷണ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ പറ്റുന്നത്, ആ ആശയത്തിലേക്ക് ചെന്നിറങ്ങാൻ പറ്റുന്നത്. പുതുതായി ഒന്ന് നിർമ്മിക്കുക എന്നത് താരതമ്യേന അപ്രാപ്യമാണ്. നിലവിലുള്ള ഏതെങ്കിലും ഒരു ഗവേഷണ ഫലത്തെ പരിഷ്കരിക്കുകയോ പുതുക്കുകയോ ചെയ്യുക എന്നതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു മാർഗം. ആ മാർഗത്തിൽ നിന്ന് നോക്കിയാൽ ഒരു പരിധിവരെ മെറ്റ റിസർച്ച് ആണ് കേരളത്തിൽ നടക്കുന്ന ഭൂരിഭാഗം ഗവേഷണങ്ങളും. പക്ഷെ മെറ്റ റിസർച്ച് എന്ന് പറയുന്ന ആ അർത്ഥത്തിലേക്ക് അത് ചെന്നെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? നൈതികമായി ആലോചിക്കുമ്പോൾ മെറ്റ റിസർച്ച് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗവേഷണത്തെ അതിഗവേഷണമായി, മെറ്റയായി അതിഗവേഷണമായി നമ്മൾ അതിനെ മാറ്റി വായിക്കേണ്ടതുണ്ട്, പുനർനിർവചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഗവേഷണത്തെ ഒരു ഒരു അതിവായനയിലേക്ക്, അതിഗവേഷണത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക രീതിയിലുള്ള ഒരു വിഷയമാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടാണ് മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. മെറ്റ റിസർച്ച് നല്ലൊരു സാധ്യതയാണ്. ഓക്കെ, മറ്റ് സംശയങ്ങൾ ഇല്ലെന്ന് കരുതുന്നു. മെസ്സേജ് ബോക്സിൽ അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ സംസാരം അവസാനിപ്പിക്കാം. ശരി, അപ്പോ ഇന്നത്തെ സംസാരം ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിഷയം കണ്ടെത്തുക, ആ വിഷയത്തെ പ്രണയിക്കുക, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് നിശ്ചയിക്കുക, ആ പ്രയോറിറ്റി മുൻഗണനാക്രമം അനുസരിച്ച് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം തയ്യാറാക്കുക. ഗവേഷണത്തിന്റെ വഴിയിലൂടെ ധീരന്മാരെ പോലെ, ധൈര്യശാലികളായി മുന്നേറുക. ഗവേഷണം ആരുടെയും കുത്തകയല്ല, അറിവ് ആരുടെയും കുത്തകയല്ല.
അത്തരത്തിൽ നിങ്ങൾ സെൻസിബിൾ ആയിട്ടുള്ള ഗവേഷണ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുക. ഇത്തരത്തിൽ ഒരു മികച്ച ഗവേഷണ കാലം എല്ലാവർക്കും ആശംസിക്കുകയാണ്. പിന്നെ സംശയം ആർക്കെങ്കിലും ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ സർവകലാശാലയിൽ ഉണ്ടാകും. അപ്പൊ എന്നെ കാണുമ്പോൾ നേരിട്ട് ചോദിച്ചാലും മതിയാകും. ഏതായാലും സുന്ദരമായ ഒരു സായനത്തിന് നന്ദി. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വലിയ സന്തോഷമുണ്ട് ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സെഷൻ ക്രമീകരിക്കാൻ കഴിഞ്ഞതിൽ. കാരണം അത്രയേറെ ഹൃദ്യമായി മാഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. 43ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൂടി ഗവേഷണ മേഖലയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. വളരെ ഹൃദ്യമായിട്ട് മാഷിന്റെ ക്ലാസ് നമുക്ക് അനുഭവപ്പെട്ടു. ആ ക്ലാസ്സിന്റെ ഒരു സക്സസ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ താല്പര്യത്തോടെ കുറേയേറെ ആളുകൾ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒരു നല്ല സംശയങ്ങൾ ചോദിച്ചു എന്നുള്ളതും, അതിനെല്ലാം വളരെ വ്യക്തതയിൽ മറുപടി നൽകി എന്നുള്ളതൊക്കെ ഈ ക്ലാസ്സിന്റെ ഒരു വിജയമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായിട്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി മലയാള സർവകലാശാലയിലെ ധീരജ് രാജേന്ദ്രൻ പഠന സ്കൂളിലെ ജോയിന്റ് കൺവീനർ ആയിട്ടുള്ള വിജിന ഈ മീറ്റിലുണ്ട്. വിജിനയെ ഈ യോഗത്തിന് നന്ദി അറിയിക്കാൻ വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേക്കാവോ? കേക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ക്ലാസ് നയിച്ച അശോക് മാഷെ, ഈ ഒരു മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും SFI മലയാള സർവകലാശാല യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയും ധീരജ് പഠന കേന്ദ്രത്തിന് വേണ്ടിയും അഭിവാദ്യം ചെയ്യാണ് ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യഘട്ടങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ചില പരിമിതികൾ കാരണം നമ്മൾ ഒരു ഓൺലൈനായിട്ട് ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സർവകലാശാല യൂണിയന്റെയും അതുപോലെ ധീരജ് പഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അക്കാദമിക് ക്ലാസ്സുകളുടെ ഒരു പരമ്പര തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പൂർണ്ണമായിട്ടും കേട്ടിരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വിമർശനമായി എടുത്തുകൊണ്ട് ഈ ഒരു ക്ലാസ് നയിച്ച അശോക് മാഷ്ക്ക് ധീരജ് പഠന കേന്ദ്രത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ക്ലാസ്സിലെ അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും മാഷയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഇതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ ഈ സമാന്തര സ്വഭാവമുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഗവേഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എത്തുന്ന രീതിയിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ശുഭരാത്രി.